ഹായ് ഫ്രണ്ട്സ്, ഞാൻ രേണുക. കുറ്റിക്കാട്ടൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഏത്തപ്പഴം വെച്ചിട്ട്, അതായത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കേക്കാണിത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ടേസ്റ്റോ കിട്ടില്ല, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ്. ഇത് മൈദ വെച്ചിട്ടും ആട്ട വെച്ചിട്ടും നമുക്ക് പഴം ചേർത്തിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം. ഞാനിത് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ ആട്ട വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഇത്തിരി എന്താ പറയുക, ബോണ്ടയുടെ ഒരു ടേസ്റ്റ് വരും. നമ്മൾ ഗോതമ്പ് പൊടിയും പഴമൊക്കെ ചേർത്തിട്ടുള്ള ബോണ്ടയുടെ ചെറിയൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് താല്പര്യം ഈ ആട്ട വെച്ചിട്ടല്ല, മൈദ വെച്ചിട്ടുണ്ടാക്കണതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാ കേക്കിനും ഞാൻ പറയുന്ന പോലെ തന്നെ കേക്ക് ടിന്നിൻ്റെ പണി ആദ്യം കഴിച്ചു വെക്കുക. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ, കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. സൈഡിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുന്നില്ല, അപ്പോൾ ഓയിൽ നന്നായിട്ട് സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ ഏത്തപ്പഴം വെച്ചിട്ടാണെന്ന്. അപ്പോൾ അതാ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്, ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. 2 എണ്ണം ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് തൊലി കളഞ്ഞ് നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് 2 നേന്ത്രപ്പഴം എടുത്ത് വയ്ക്കുക. വലിയ പഴമാണെങ്കിൽ ഒരു പഴം എടുത്താലും മതി. ഞാനിപ്പോൾ 2 പഴം വെച്ചിട്ടാണ് ചെയ്യണത്. നല്ല പഴുത്ത പഴമായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്ക് പൊടികൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1 കപ്പ് മൈദ. സെയിം മെഷർമെൻറ്റിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ 5 ml ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം, കൂടാതെ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് കൊടുക്കാം. 2 or 3 തവണ നമ്മളിങ്ങനെ അരിച്ചെടുക്കണം ഈ പൊടി. അരിച്ചെടുക്കുമ്പോൾ ബാക്കി തരികളോ ചെറിയ ബോൾസ് പോലെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കളയുക. എന്നിട്ട് വീണ്ടും അരിക്കുക. ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഇങ്ങനെ 2 or 3 തവണ അരിച്ചെടുക്കാം. നമ്മുടെ ഉപ്പും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കരയാമ്പൂ, അതായത് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു ഏലക്കായും. നമ്മൾ ഈ കേക്കിൽ വാനില എസൻസും ചേർക്കും. എന്നാലും ഇതിൻ്റെ ഒരു ഫ്ലേവർ, ഒരു പ്രത്യേക മണം തന്നെയാണ് നമ്മുടെ കേക്കിന്. അപ്പോൾ ഇത് 3ഉം നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഗ്യാസ് ഓണാക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, കുറച്ച് തന്നെ വെക്കുക. കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴാണ് നന്നായിട്ടിത് ഉണ്ടാക്കി കിട്ടുക. എൻ്റെ മുൻപത്തെ വീഡിയോസിൽ, കുറേ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ കാരമൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പഞ്ചസാര അതാ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നീങ്ങി നിന്നിട്ട് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത് തിളച്ച് മുകളിലേക്ക് കയ്യിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇത് വേഗം ആറാനായിട്ട് വെക്കാം. നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് എന്നാലേ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി മിക്സിയുടെ ജാറിലാണ് മുട്ട അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറ്, വലിയ ജാർ എടുത്ത് വയ്ക്കുക. നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. തുടച്ച് നല്ല ക്ലീനായി അതിലേക്ക് നമുക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം.
ഒരു 10 സെക്കൻഡ് ആദ്യം നമുക്ക് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര, ഏലക്ക, ഗ്രാമ്പൂക്കെ കൂടി പൊടിച്ചില്ലേ, അത് കുറച്ച് ചേർത്തിട്ട് ഒരു 10-20 സെക്കൻഡ് അടിച്ച് അങ്ങനെ മുട്ട നന്നായിട്ട് പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി കിട്ടുന്ന വരെ അടിച്ചെടുക്കണം. മൊത്തം പഞ്ചസാര ചേർത്ത് അടിച്ചതിന് ശേഷം 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടറും ഇതിന് പകരം ഉപയോഗിക്കാം. ഓയിലോ ബട്ടറോ ചേർത്തതിന് ശേഷം 10 സെക്കൻഡേ അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ ജാറിൽ തന്നെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയില്ലേ, മുട്ട അടിച്ചെടുത്ത അതേ ജാറിലേക്ക് നമ്മുടെ പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പഴം അടിച്ചെടുക്കണം. അപ്പോൾ ദാ പഴവും അടിച്ചെടുത്തു. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇത് ഒരു നിർബന്ധമില്ല. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റാണ്. ഇതിന് പകരം ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിടാം. ഇതിങ്ങനെ താഴെ അടിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇതും മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത മുട്ട ബാറ്ററിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ച മൈദ മിക്സ്ചർ, അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ട് അരിച്ചെടുത്തത് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ല ബാറ്റർ, സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ അടിച്ചെടുത്ത് വെച്ച പഴം അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. പഴം പകുതിയോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാരമൽ ചൂടാറിയിട്ടുണ്ട്, അപ്പോൾ കാരമൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സെക്കൻഡായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. പഴം അടിച്ചത് കംപ്ലീറ്റായിട്ട് വടിച്ച് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ കാരമലും കംപ്ലീറ്റായിട്ട് ചേർത്ത് കൊടുക്കുക. കേക്ക് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു പാത്രം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ 2 നേന്ത്രപ്പഴം, 1 കപ്പ് മൈദ, 3 കോഴിമുട്ട, പിന്നെ ഒരു 1/4 കപ്പോളം ടോട്ടൽ ഷുഗർ കേട്ടോ. ഇതിൻ്റെ അളവ്, ഷുഗറിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ കുറയ്ക്കാം. ഇത് കറക്റ്റ് മധുരം ഉണ്ടാവും. ഇതേ അളവിൽ തന്നെ എടുക്കുമ്പോൾ കറക്റ്റ് നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമുള്ളതല്ല, ഉണ്ടെങ്കിൽ ഒരു 5-6 നട്ട്സ് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഓവർ മിക്സിങ് വേണ്ട. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മുടെ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എല്ലാ കേക്കിലും കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ തട്ടാതെ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ വലിയ കുഴികൾ പോലെയൊക്കെ ഉണ്ടാവും. അതിനായിട്ടാണ്. ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ചൂടായി കിടക്കുന്ന ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മുടെ ബാറ്ററും വെച്ച് കൊടുക്കാം.
കുറച്ച് നട്ട്സ് വേണമെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, നട്ട്സൊക്കെ കൂടി കഴിക്കുമ്പോൾ. അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം കേക്കാണ്. ലോ ഫ്ലെയിമിൽ ഒരു 40 to 50 50 മിനിറ്റൊക്കെ എടുക്കും. പഴമൊക്കെ ചേർത്ത കാരനാണ്. അപ്പോൾ ദാ ഒരു 50 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ല ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല സ്മെല്ല് വരും കേട്ടോ. ഇത് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. ഒരു പപ്പടക്കുത്തിയോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം, അതിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഏകദേശം 1 മണിക്കൂറോളം എടുത്തു ബേക്കായിട്ട് വരാൻ. അപ്പോൾ കേക്കിനെ എടുത്ത് മാറ്റി വയ്ക്കാം. ചൂടായ പാത്രത്തിൽ നിന്നിട്ട് മാറ്റി നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ കേക്ക് നല്ല സോഫ്റ്റാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കിത് മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പം അതിനായിട്ട് ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ബേക്കായിട്ട് വരാൻ 1 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ മതി കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ നമുക്ക് ചായക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്. അപ്പം നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കി നോക്കാത്തവർ ഉടനെ ഒരു കേക്ക് തയ്യാറാക്കി നോക്കുക. എളുപ്പമല്ലേ, കഴിക്കാനും നല്ല കിഡിലൻ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആട്ട വെച്ചിട്ടും ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കുറച്ച് താല്പര്യം കുറവാണ്. നമ്മുടെ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ്, കഴിക്കുന്ന ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ മൈദ വെച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതാണ്. ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ കേക്ക്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.